പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച്, കർത്താവിൻ്റെ ദയയെക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് ധ്യാനിക്കുകയായിരുന്നല്ലോ. വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യം വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. വളരെ ആഴമായി നമ്മൾ പഠിക്കേണ്ട ഒരു വചനമാണിത്. ഇവിടെ പറയണം, എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. പ്രിയ സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ദൈവം രക്ഷ നൽകുന്നത് അവിടുത്തെ അനന്തമായ കാരുണ്യം എന്നുകൊണ്ട് മാത്രമാണ്. നാം ഓരോരുത്തരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോഴും ദൈവവുമായിട്ടുള്ള എല്ലാവിധ ബന്ധവും മുറിച്ച് ജീവിക്കുമ്പോഴും പ്രിയ സഹോദരങ്ങളെ, അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അനന്തമായ കരുണ ചൊരിയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതെല്ലാം തരത്തിലുള്ള തിന്മയിലൂടെ സഞ്ചരിച്ചാലും ആ തിന്മയിൽ നിന്ന് തിരിച്ചു വീഴുമ്പോൾ അവനിലേക്ക് കരുണ വർഷിക്കുന്ന ഒരു കർത്താവിനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും എല്ലാം മനുഷ്യനോടുള്ള അനന്തമായ സ്നേഹമൊന്നുകൊണ്ട് മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലൂടെ ഒരു മനുഷ്യൻ ചിന്തേണ്ട രക്തം, ഒരു മനുഷ്യൻ്റെ ശരീരം മുഴുവൻ വേദനയേൽക്കേണ്ടി വന്ന് മുറിവേറ്റ് ഒഴുകേണ്ട രക്തം, ഒരു മനുഷ്യനെ നഗ്നനായി കുരിശിൽ കിടന്നുകൊണ്ട് പാപമോചനം ലഭിക്കേണ്ട മനുഷ്യന് ഇതാ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അവിടുത്തെ അനന്തമായ കാരുണ്യം നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി അവിടുന്ന് കുരിശിലേറുന്ന ആ കർത്താവിൻ്റെ ചിത്രം എത്രയോ മഹത്വമുള്ള ചിത്രമാണ്. കർത്താവിൻ്റെ അനന്തമായ കരുണ, പ്രിയ സഹോദരങ്ങളെ, നമ്മളിത് പലപ്പോഴും നമ്മളിത് ധ്യാനിക്കാറില്ല. ദൈവം നമ്മോട് ചൊരിയുന്ന അനന്തമായ കരുണ ഇന്ന് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ പോലുമുള്ള യോഗ്യത നമുക്കുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കയ്യിലിരിപ്പ്, നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റായ ജീവിതശൈലി, ആ തെറ്റായ ജീവിതശൈലിക്ക് അനുസരിച്ച് ദൈവം ശിക്ഷിക്കുന്ന ഒരു ദൈവമായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. ഏത് പാപിയെയും രക്ഷിക്കുന്ന ദൈവമാണ്. പാപത്തിൻ്റെ കൊടിയ ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകിക്കൊണ്ട് ആ മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി അനന്തമായ കരുണ വർഷിക്കുന്ന ഒരു ദൈവമാണ് പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ ബൈബിളിലുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഇന്ന് ലോക ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി മാറിയിട്ടുള്ളത് ആരാ ഉള്ളത്? ഒരു മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വ്യക്തി മരിക്കുവാൻ തയ്യാറായിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എന്ത് ചെയ്തു? നമ്മോടുള്ള സ്നേഹത്തെ പ്രതി, അതാണ് ഇവിടെ വചനം പറയുന്നത്, എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മ. കാരണം നന്മയുടെ ഉറവിടമാണ് ദൈവം. ദൈവം ഒരിക്കലും തിന്മയുടെ ഉറവിടമല്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഒരിക്കലും കൊള്ളക്കാരനല്ല. മറ്റുള്ളവരുടെ കഴുത്ത് കണ്ടിച്ച് രക്തം ചിന്തി രസിക്കുന്ന ഒരു ദൈവമല്ല. പിന്നെയോ ഒരു മനുഷ്യനെ പോലെ മനുഷ്യൻ്റെ കൂടെ നടന്ന് അവൻ്റെ വേദനകൾ മനസ്സിലാക്കി, അവൻ്റെ ദാരിദ്ര്യാവസ്ഥ മനസ്സിലാക്കി, അവൻ്റെ തകർന്ന മനസ്സിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവനിലേക്ക് കരുണ വർഷിക്കുന്ന ഒരേ ഒരു ദൈവം ഉള്ളത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മാത്രമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഇത് പലരും കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പലരും ഒരുപക്ഷെ തള്ളിക്കളഞ്ഞെന്നിരിക്കും. എന്നാൽ കേൾക്കുന്ന മക്കൾ മനസ്സിലാക്കിക്കൊള്ളുക, ഈ പറയപ്പെട്ട ഞാനും നിങ്ങളും ഒരു അടകടപ്പെ കിടക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എത്ര സ്നേഹിക്കുന്ന മക്കളുണ്ടെങ്കിലും, എത്ര സ്നേഹിക്കുന്ന ഭർത്താവുണ്ടെങ്കിലും, എത്ര സ്നേഹിക്കുന്ന ഭാര്യയുണ്ടെങ്കിലും ഒരു കിടപ്പ് രോഗിയായി മാറിയാൽ പിന്നെ മനസ്സിൽ അവർക്ക് ഭാരമായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് മനുഷ്യൻ. എല്ലാവരും കൈയൊഴിയും. എല്ലാവരും ഒരു ഗതികേടുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ സ്നേഹിതരായാലും ശരി, അവരൊക്കെ അകന്നു മാറും. അവരൊക്കെ തള്ളിപ്പറയും. മാതാപിതാക്കൾ പോലും മക്കളെ തള്ളിപ്പറയും. മക്കളും മാതാപിതാക്കളെ തള്ളിപ്പറയും.
അത് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ മുഖം തിരിക്കും. എന്നാൽ മുഖം തിരിക്കാതെ അനന്തമായ കാരുണ്യം കാണിച്ചുകൊണ്ട് തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവ്, അത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നന്മയും സ്നേഹവും നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് അവിടുത്തെ അനന്തമായ കരുണ ചൊരിഞ്ഞുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഇന്നലെ ചെയ്തു പോയ സകല തിന്മകളെയും മറന്നുകൊണ്ട് അവനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഒരു കർത്താവ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് കുരിശിൽ കിടന്നുകൊണ്ടൊരു കള്ളൻ അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്നുള്ള ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ ആ നിമിഷം വരെ അവൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പിടിച്ചുപറിയാകാം, ബലാത്സംഗമാകാം, കൊള്ളയാകാം, കൊള്ളവയ്പ്പാകാം, ആൾക്കാരെ കൊന്നൊടുക്കിയതാകാം, അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ നിമിഷം അവൻ ചെയ്തതെല്ലാം മറന്നുകൊണ്ട് കർത്താവ് ഈശോ പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഇതാണ് ദൈവത്തിൻ്റെ അനന്തമായ കരുണ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ആ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെല്ലാം ഓർത്തുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആ നിമിഷം തന്നെ അവിടുത്തെ അനന്തമായ സ്നേഹവും കരുണയും നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച കർത്താവെ നന്ദി പറയുന്നു. അവിടുത്തെ അനന്തമായ സ്നേഹവും കരുണയും ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.